നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേർക്കും പലസ്തീനിലേക്ക് വരുന്ന ആക്രമണങ്ങളെയും തടുക്കാനാണ് ഹൂതികൾ ഉൾപ്പെടെയുള്ള ഹമാസ് അനുകൂല സംഘടനകൾ കടലിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആക്രമണങ്ങൾ കൂടുതലാണ് ചെങ്കടലിൽ. ഹൂതികൾ ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് ഒട്ടനവധി ആക്രമണങ്ങളാണ് ഇതിനോടകം നടത്തിയിട്ടുള്ളത്. പലസ്തീനിലെ ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കാതെ ചെങ്കടലിലെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ. ഇപ്പോഴിതാ ഹൂതികൾ ആക്രമിക്കാനുള്ള കപ്പലുകൾ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കാൻ ഹൂതികൾ വിവരം ശേഖരിക്കുന്നതിനായി ഓപ്പൺ സോഴ്സുകളും മാരിടൈം ഇന്റലിജൻസ് സൈറ്റുകളും ഉപയോഗപ്പെടുത്തുകയാണെന്നാണ് വെസ്റ്റേൺ ഡിഫൻസ് ഉദ്യോഗസ്ഥരും സമുദ്ര വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിലൂടെ ഏത് കപ്പൽ ഏതു മാർഗത്തിലൂടെ വരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഹൂതികൾക്ക് ലഭിക്കുമെന്നും അമേരിക്കയുടെയും അവരുടെ സഖ്യരാജ്യങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കുന്നതിന് ഈ വിവരങ്ങൾ അവർക്ക് സഹായകരമാകുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഒരു കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് കണക്ഷനും ഒരുപക്ഷെ VPN ഉപയോഗിച്ച് സമുദ്രമേഖലയിൽ എത്രത്തോളം ഡാറ്റകൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് ഹൂതികൾ തെളിയിച്ചിട്ടുള്ളതാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ AIS എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ് ട്രാൻസ്പോർട്ടുകൾ വഴിയും കപ്പലുകൾ അവരുടെ സ്ഥാനം ഹൂതികളുമായി പങ്കുവെക്കുന്നു. ഇതല്ലാതെ ഒരു AIS സിഗ്നൽ ഉപയോഗിച്ചും ഒരു കപ്പലിന്റെ സ്ഥാനവും സഞ്ചാരപാതയും കണ്ടെത്താം. മറൈൻ ട്രാഫിക് പോലുള്ള സൈറ്റുകളിലൂടെ ഇത്തരത്തിലുള്ള ഡാറ്റ സ്വന്തമാക്കാൻ സാധിക്കും. സൈറ്റുകളിലൂടെ മാത്രമല്ല, ആന്റിനയും ഹോം റിസീവറുകളും ഉപയോഗിച്ചും ഇത്തരം ഡാറ്റകൾ കൈക്കലാക്കാൻ പറ്റുന്നതാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ചെങ്കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഹൂതികൾ തങ്ങളെ ആക്രമിക്കാതിരിക്കാൻ തുർക്കി രാജ്യങ്ങളുടെ ക്രൂവിനൊപ്പമാണ് സഞ്ചരിക്കുന്നത് അവരെ അറിയിക്കുന്നതിനും അവർ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. തങ്ങളെ ലക്ഷ്യം വെക്കാതിരിക്കാൻ തങ്ങൾക്ക് ഇസ്രായേലുമായി ഒരു തരത്തിലുമുള്ള ബന്ധം ഇല്ലെന്നും ചില കപ്പലുകൾ അറിയിക്കാറുണ്ട്. ഗാസയിൽ ഇസ്രായേൽ അധിനിവേശത്തിന് പിന്നാലെ ചെങ്കടലിൽ അമേരിക്ക, UK, ഇസ്രായേൽ വാണിജ്യ കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചിരുന്നത്. ഇസ്രായേൽ ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെയും ചെങ്കടലിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ അനുവദിക്കുമെന്നും ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു. തങ്ങൾ ലക്ഷ്യമിടുന്ന രാജ്യങ്ങളിൽ റഷ്യയും ചൈനയും ഉൾപ്പെടുന്നില്ല എന്നും അവർ പറഞ്ഞു. ഇസ്രായേലിനെയും സഖ്യകക്ഷികളെയും ആക്രമിക്കുമെന്നാണ് ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ചാണ് ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നത്. എന്തായാലും ഹൂതികൾ വളരെ ആസൂത്രിതമായാണ് കടലിൽ ആക്രമണം നടത്തുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ്. ഹൂതികളുടെ ഈ ആക്രമണങ്ങൾ ഇല്ലാതാകണമെങ്കിൽ ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന അധിനിവേശം അവസാനിപ്പിക്കണം. അല്ലാത്ത പക്ഷം ഇത് മറ്റൊരു യുദ്ധത്തിനാണ് വഴിതെളിയിക്കുക.